ഇൻവെസ്റ്റ് ആൻഡ് സിറ്റ് ബാക്ക്. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ഡയലോഗാണ്. ഞാൻ തന്നെ നമ്മുടെ മുൻപൊരു വീഡിയോയിൽ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഈ ഇൻവെസ്റ്റ് ആൻഡ് സിറ്റ് ബാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ജോലിയുള്ള ഒരു ആളാണ്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ശമ്പളം ഒരു 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയിൽ നിന്നും ഒരു 1000 രൂപ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസറ്റിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്രിപ്റ്റോ കറൻസി തന്നെ എടുക്കാം. നമ്മൾ ബിറ്റ് കോയിനിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഈ ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മണിയും അവിടെ കിടന്ന് ഗ്രോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും ചാർട്ട് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ദിവസേന ട്രേഡ് ചെയ്ത് നഷ്ടം വരുത്തേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ചെറിയൊരു ശതമാനം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഭാവിയിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും അത് പോയിട്ട് നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതെ അവിടെ ഇരിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഇൻവെസ്റ്റ് ആൻഡ് സിറ്റ് ബാക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി ബാങ്കിലാണ് ഈ രീതിയിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റും? ഒരിക്കലുമില്ല. കാരണം നിങ്ങളുടെ പൈസയ്ക്ക് അവിടെ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ബാങ്കുകാർ നിങ്ങളുടെ പൈസ ഗ്രോ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ എടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ലോണായിട്ടും മറ്റുള്ള സർവീസുകളായിട്ടും അവർ ആ പൈസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബാങ്കുകാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ചെറിയ ഒരു ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമായിരിക്കും. സോ അതിനെ നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ മണിയുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാതിരിക്കുക. ഇതുപോലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ട് വരില്ല. ഒരു ലോങ് ടൈമിലേക്ക് ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റും കിട്ടുന്നതായിരിക്കും. ഇതിനെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് തന്നെ നമ്മുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ബിറ്റ് കോയിനിൽ ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ നിങ്ങളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മണിയും അവിടെ ഗ്രോ ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രോത്ത് കൂടാതെ കുറച്ചുകൂടെ എക്സ്ട്രാ ഏണിങ്സ് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ? അതായത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് എക്സ്ട്രാ ഇൻകം വല്ലതും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഹോൾഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാകുന്നതായിരിക്കും. കാരണം ഒരു 10 വർഷത്തിന് ശേഷം നമുക്ക് ഇപ്പോഴുള്ള വിലയിൽ ഈ ഒരു അസറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ആ അസറ്റിൽ സംഭവിക്കുന്ന ഗ്രോത്ത് നമ്മുടെ മണിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫണ്ടിലും സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി കാര്യമല്ലേ? സോ ഹോൾഡിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഏതെങ്കിലും തരികിട ടോക്കൺസ് അല്ല നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ മാത്രം, ക്രിപ്റ്റോ കറൻസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ മാത്രം നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൊജക്റ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ബൈനാൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും ബൈനാൻസിലെ സേവിങ്സും സ്റ്റേക്കിങ്ങും ഒക്കെ. ഈ സേവിങ്സിൻ്റെയും സ്റ്റേക്കിങ്ങിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതായത് നമ്മുടെ ക്യാപിറ്റലിൽ യാതൊരു തരത്തിലുള്ള കുറവും സംഭവിക്കാതെ നമുക്ക് വളരെയധികം സേഫായിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന 2 പരിപാടികളാണ് ഈ സേവിങ്സും സ്റ്റേക്കിങ്ങും. സോ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇനി അങ്ങോട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി ഈ സേവിങ്സിനെ പറ്റിയിട്ടും സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ടും അറിയാവുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. സോ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എതേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്.
കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പോയി നോക്കാം. ഓക്കെ ഗൈസ്, ബൈനാൻസിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ക്യാപിറ്റൽ ഓഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ടും സേവിങ്സിനെ പറ്റിയിട്ടുമാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ബൈനാൻസിൽ നമുക്ക് എങ്ങനെയാണ് ഈ രണ്ട് ഫീച്ചേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എന്താണ് സേവിങ്സ് എന്നും എന്താണ് സ്റ്റേക്കിംഗ് എന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ബിഗിനർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ. സോ സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതിൽ എന്താണ് സ്റ്റേക്കിംഗ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി സേവിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സേവിങ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്യുന്ന ക്രിപ്റ്റോയിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ സേവിങ്സ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക, അതിനുശേഷം എങ്ങനെയാണ് സ്റ്റേക്കിംഗ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൈനാൻസിൻ്റെ ഒരു ഹോം പേജിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏൺ എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. ഈ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് ക്യാപിറ്റൽ ഓഫർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സേവിങ്സ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നോക്കുന്നുണ്ട്. സേവിങ്സും സ്റ്റേക്കിങ്ങും കാണാം. നമ്മൾ ആദ്യം തന്നെ സേവിങ്സ് നോക്കുന്നുണ്ട്. ഞാനിവിടെ സേവിങ്സിൽ ക്ലിക്ക് ചെയ്യാണ്. സേവിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഫ്ലെക്സിബിൾ എന്നും ലോക്ക്ഡ് എന്നും ഓട്ടോ ഇൻവെസ്റ്റ് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓട്ടോ ഇൻവെസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ഫ്ലെക്സിബിളിനെ പറ്റിയിട്ടും ലോക്ക്ഡിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഈ ഫ്ലെക്സിബിൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം പീരീഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഫണ്ട് ഫ്ലെക്സിബിൾ സേവിങ്സിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ അത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ലോക്ക്ഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ഒരു 15 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 30 ദിവസത്തേക്കോ ഒക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. ഫ്ലെക്സിബിൾ സേവിങ്സ് നമ്മൾ ഇന്ന് കുറച്ച് ഫണ്ട് ആഡ് ചെയ്തു, നാളെയോ മറ്റന്നാളോ അത് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. എന്നാൽ ലോക്ക്ഡ് സേവിങ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ, ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതിന് മുൻപ് നമ്മൾ അത് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഫ്ലെക്സിബിൾ സേവിങ്സിനെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം പറയാം. ഇവിടെ നമുക്ക് ഒരുപാട് ടോക്കൺസ് കാണാൻ പറ്റും. BUSD, USDT, BTC പോലുള്ള ഒരുപാട് ടോക്കൺസ് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഒരു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ BTC നോക്കിക്കഴിഞ്ഞാൽ 5% ആണ് നമുക്കിവിടെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. സോ നമുക്ക് BTC ഈ ഒരു സേവിങ്സിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സബ്സ്ക്രൈബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ ഇവിടെ ആഡ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എസ്റ്റിമേറ്റഡ് ഇൻട്രസ്റ്റ്, നമുക്ക് പെർ ഡേ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്താണ് ഈ ഓട്ടോ സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോട്ട് വാലറ്റിൽ എപ്പോഴൊക്കെയാണോ ഈ ഒരു BTC എന്ന് പറയുന്ന ടോക്കൺ വരുന്നത് അല്ലെങ്കിൽ BTC എന്ന് പറയുന്ന കോയിൻ വരുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്ലെക്സിബിൾ സേവിങ്സിലേക്ക് ആ ഒരു BTC ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു BTC നമ്മുടെ സ്പോട്ട് വാലറ്റിൽ നിന്നും നമ്മുടെ ഈ ഒരു ഏണിങ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സിബിൾ സേവിങ്സിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോ സബ്സ്ക്രൈബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സ്പോട്ട് വാലറ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. ആൻഡ് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ബൈനാൻസ് സർവീസ് അഗ്രിമെൻറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു 1 BTC ഫ്ലെക്സിബിൾ സേവിങ്സിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ലോക്ക്ഡ് എന്ന് പറയുന്ന ലോക്ക്ഡ് സേവിങ്സ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ടോക്കൺസ് കാണാനായിട്ട് പറ്റും. ഫ്ലെക്സിബിൾ സേവിങ്സിനേക്കാളും എപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നത് നമുക്ക് ലോക്ക്ഡ് സ്റ്റേക്കിംഗ് ആയിരിക്കും, ലോക്ക്ഡ് സേവിങ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാണെങ്കിൽ സോളാന നമുക്ക് 35% തരുന്നുണ്ട്, ETC 5% തരുന്നുണ്ട്, എത്തേറിയം 3.6 തരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലെക്സിബിൾ സേവിങ്സ് നോക്കുകയാണെങ്കിൽ എത്തേറിയം 1.8 മാത്രമേ തരുന്നുള്ളൂ. ലോക്ക്ഡ് നോക്കുകയാണെങ്കിൽ എത്തേറിയം നമുക്ക് 3.6 തരുന്നുണ്ട്. 120 ദിവസമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 120 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എത്തേറിയത്തിൻ്റെ ഈ ഒരു ലോക്ക്ഡ് സേവിങ്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൊടുക്കുക. എത്ര എമൗണ്ട് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റോടെ കാണുന്നതായിരിക്കും. ആൻഡ് ഓട്ടോ റിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ സേവിങ്സിലേക്ക് ഇത് ആഡ് ആവുന്നതായിരിക്കും. ആൻഡ് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ബൈനാൻസ് സേവിങ്സ് സർവീസ് അഗ്രിമെൻറ്റ് ടിക്ക് ചെയ്യുക. കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലോക്ക്ഡ് സേവിങ്സ് നമ്മൾ ആക്ടിവേറ്റ് ആക്കിയെന്ന് പറയാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെക്സിബിൾ സേവിങ്സും അതുപോലെ തന്നെ ലോക്ക്ഡ് സേവിങ്സും. ഇനി നമുക്ക് സ്റ്റേക്കിങ്ങിനെ പറ്റി പറയാം. സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ സ്റ്റേക്കിംഗ് കാണാനായിട്ട് പറ്റും. ആ സ്റ്റേക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ടോക്കൺസും കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. സേവിങ്സിനേക്കാളും എന്തുകൊണ്ടും പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുക സ്റ്റേക്കിംഗ് തന്നെയാണ്. ഇവിടെ ലോക്കഡ് സ്റ്റേക്കിങ്ങും ഡിഫൈ സ്റ്റേക്കിങ്ങും ഉണ്ടായിരിക്കും. ഡിഫൈ സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈനാൻസ് തന്നെ പറയുന്നുണ്ട് അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണെന്ന് ബൈനാൻസ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ടോക്കൺസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ടൈം പീരീഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 30 ദിവസത്തെയുണ്ട്, 60 ദിവസത്തെയുണ്ട്, 90 ദിവസത്തെയുണ്ട്, അങ്ങനെ പലതരം ടൈം പീരീഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ സ്റ്റേക്ക് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എത്ര എമൗണ്ട് ആണ് നമുക്കിവിടെ സ്റ്റേക്ക് ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഓട്ടോ സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ ഇവിടെയും അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം. താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ബൈനാൻസ് സ്റ്റേക്കിംഗ് സർവീസ് അഗ്രിമെൻറ്റ് എന്നുള്ളത് ടിക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേക്കിംഗ് അവിടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റും ഈ ഒരു സ്റ്റേക്കിങ്ങിലൂടെയും സേവിങ്സിലൂടെയും നമുക്ക് ബൈനാൻസിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സേവിങ്സിനെ പറ്റിയിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടികളാണ് ഈ സേവിങ്സും സ്റ്റേക്കിങ്ങും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.